പൗരത്വ നിയമ ഭേദഗതി ചട്ടമായി മാറിയത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ട് പൗരത്വം അപേക്ഷിച്ചവർക്ക് വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 14 പേർക്കാണ് പൗരത്വ വിതരണം നടന്നത്. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കായിട്ടൊരു കേസ് സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കേസ് അവിടെ ഉള്ളപ്പോഴാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുകയും ആളുകൾക്ക് ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാക്കി ഈ പൗരത്വം വിതരണം ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിൻ്റെ പരാതിക്കാരായിട്ടുള്ള ആളുകൾ. എന്തായാലും മോദി സർക്കാരിനെ സംബന്ധിച്ച് പൗരത്വ നിയമ ഭേദഗതി അവർ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കി ഉപയോഗിച്ചു പോകുന്നതാണ്. ഇപ്പം പൗരത്വം വിതരണം ചെയ്തു തുടങ്ങി എന്നുള്ളത് പോലും എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന ആലോചനയുടെ ഭാഗമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. പൗരത്വ നിയമ ഭേദഗതിയുടെ ഒരു സാധ്യത എന്തുമാത്രമാണ്. ഇപ്പോൾ ഈ ആളുകൾക്ക് ഈ സിറ്റിസൺഷിപ്പ് ഇഷ്യൂ കൂടി ചെയ്യണം. അപ്പോൾ ഇന്ന് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്തായെന്ന് നമുക്കറിയില്ല. നാളെ കൂടി ഉള്ളൂ, മറ്റന്നാൾ മുതൽ അവധിയിൽ പോവുകയാണ് സുപ്രീം കോടതി. അപ്പോൾ വളരെ തിരക്കിട്ട് ഇപ്പോൾ ചട്ടം പെട്ടെന്ന് തയ്യാറാക്കിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അത് തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചിലപ്പോൾ നടപടി സ്വീകരിക്കാം, ചിലപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടേക്കാം. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഡെസ്പറേറ്റ് ആയിട്ടത് ഇപ്പോൾ തന്നെ കുറേ പേർക്ക് പൗരത്വം ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ ഇത് ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടാണ്. പിന്നെ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിൽ കുറേ ലോക്സഭാ മണ്ഡലങ്ങളിൽ 5ാം ഘട്ടത്തിൽ മെയ് 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അതിൽ പ്രധാനമായിട്ടും ഈ ബൊൻഗാവ്, അതിലെ റാണാഘട്ട് എന്ന് പറയുന്ന 2 ലോക്സഭാ സീറ്റുകളുണ്ട്. ഇവിടെ 40% ഉള്ളവർ ഈ മത്തുവ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ദളിത് ഹിന്ദുക്കളായിട്ടുള്ള അഭയാർത്ഥികളാണ്. അവർ റെഫ്യൂജി സ്റ്റാറ്റസിലാണ്. അതിൽപ്പെട്ട ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട്, ശന്തനു ഠാക്കൂർ. ഈ ശന്തനു ഠാക്കൂർ വാർത്തകളിലിടം പിടിച്ചത് ഒരു 4 മാസം മുമ്പാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോകും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോവാണ് എന്ന് പറയുകയാണ് അദ്ദേഹം പ്രസംഗിക്കുക. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി മൊത്തത്തിൽ. അയാൾ മന്ത്രിയല്ലേ, അയാൾ സഹമന്ത്രിയല്ലേ, പക്ഷേ ഇയാളുടെ ആൻസെസ്റ്റേഴ്സ് എന്ന് പറയുന്ന അവിടുന്ന് റെഫ്യൂജികളായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം പൗരത്വം ഇല്ലേ, ഇദ്ദേഹത്തിന് പൗരത്വം ഇല്ലേ, ഇത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പൗരത്വം പോയില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്യുകയാണ്. അതായത് എൻ്റെ മുതുമുത്തശ്ശന്മാർ എൻ്റെ മുത്തശ്ശൻ വന്നതാണ്, പക്ഷെ അവർ അവർ പൗരത്വം സ്വീകരിച്ചു. ഞാനത് അങ്ങനെ പറഞ്ഞത് അതിന് പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണമാണ് അതിലേറ്റവും പ്രധാനം. ഇത് ഈ റൂളുണ്ടാക്കി ചട്ടമുണ്ടാക്കി കഴിയുമ്പോൾ ഈ മത്തുവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവർ ഭയങ്കര സെലിബ്രേഷൻ അവരാവശ്യപ്പെട്ടിട്ടാണ്. CA വേണമെന്ന് അവരാവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഇതേ ബംഗാളിലാണ് 2019 അമിത്ഷാ പറഞ്ഞത് ഈ ചിതലുകളെ പുറത്താക്കും എന്ന് പറഞ്ഞത് ഓർക്കണം. ക്രോണോളജി സംബന്ധിച്ച് പറഞ്ഞത് ബംഗാളിലാണ്. അപ്പോൾ ഒരു വശത്ത് കുറച്ചാളുകൾ റെഫ്യൂജി എന്ന് വിശേഷിപ്പിക്കുക, മറുവശത്ത് നുഴഞ്ഞേറ്റുകാർ ഗൂസ്പേട്ട് എന്ന് വിശേഷിപ്പിക്കുക. ആ കമ്മ്യൂണൽ ഡിവൈഡ് ശരിക്കും ബംഗാളിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നില്ല. ഈ കമ്മ്യൂണൽ ഡിവൈഡല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് എന്താണ്, BJPയുടെ സ്ട്രോങ് ഹോൾഡാണ് ഈ കമ്മ്യൂണിറ്റി, ഈ ദളിത് ഹിന്ദു കമ്മ്യൂണിറ്റി. അപ്പോൾ അവിടെ ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ BJPയാണ് ജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ, കഴിഞ്ഞ ബംഗാൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അവിടെ ഭൂരിഭാഗം നിയോജക മണ്ഡലവും BJPയാണ് ജയിച്ചത്. പക്ഷേ ഈ തവണ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി ഈ കെജ്രിവാളിൻ്റെ ഈ തന്ത്രം പുറത്തെടുത്തു. കെജ്രിവാൾ വോട്ടേഴ്സിനെ കൺഫ്യൂസ് ചെയ്യുന്ന പോലെ മമതാ ബാനർജി പറഞ്ഞു, നിങ്ങൾ അസമിലേക്ക് നോക്കൂ. അസമിൽ NRC നടപ്പാക്കി, CAയും NRC നടപ്പാക്കി. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? അവിടെ അതുവരെ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ വിദേശികളാണ്, ഞങ്ങൾക്ക് പൗരത്വം തരണമെന്ന് അപേക്ഷിച്ചു. അവരെയൊക്കെ പിടിച്ച് ഡിറ്റൻഷൻ സെൻ്ററിലിട്ടു. നടന്ന കാര്യമാണത്, നടന്ന സംഭവമാണ്. ഇത് ബംഗാളിൽ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മമതാ ബാനർജി കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് വ്യാപകമായി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇവർ ഇപ്പോൾ പോർട്ടലിൽ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്, അവരാരും അപ്ലൈ ചെയ്യുന്നില്ല. ഈ ശന്തനു ഠാക്കൂർ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും പോയി പ്രസംഗിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞാനും അപ്ലൈ ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ഇവരുടെ ഇടയിൽ കൺഫ്യൂഷനാണ്. നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ ജീവിച്ചു പോകുന്നു. ഇനി ഇത് പൗരത്വത്തിന് വേണ്ട തെളിവുകൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഒന്ന്, ഞാൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു തെളിവ് കൊടുക്കണം. ആധാർ കാർഡ്, റേഷൻ കാർഡ് ഇത് കൊണ്ട് കൊടുക്കണം. ഇത് കൂടാതെ അവിടെ ബംഗ്ലാദേശിൽ ഈ മതപീഡനം നേരിട്ടു എന്നുള്ളൊരു തെളിവുണ്ടാക്കി കൊടുക്കണം. ഈ തെളിവ് എവിടെ നിന്നുണ്ടാകും? ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഈ ബംഗ്ലാദേശിൽ പോയി ഇങ്ങനെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിക് പ്രശ്നമുണ്ടല്ലോ, ചുവപ്പ് നാടെന്നൊരു പ്രശ്നം, ഇത് മറികടന്ന് ഞാൻ നിലവിലുള്ള എൻ്റെ സ്റ്റാറ്റസൊക്കെ കൈയൊഴിഞ്ഞ റെഫ്യൂജിയായി നാളെ എനിക്ക് പൗരത്വം കിട്ടിയില്ല, എന്ത് ചെയ്യും? എൻ്റെ അപ്പോൾ ഇവരെന്താണ്? ഈ കമ്മ്യൂണിറ്റി മൊത്തം സൈലൻ്റാണ്. നേരത്തെ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഇവർക്ക് വോട്ട് ചെയ്യില്ല എന്നൊരു തോന്നൽ BJPക്ക് ഉണ്ട് ബംഗാളിൽ. അത് മറികടക്കാനുള്ളൊരു തന്ത്രമാണ്. ഇത് ആർക്കാണ് ഈ പൗരത്വം കൊടുത്തത് എന്ന് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല, എവിടെ നിന്ന് വന്നവരാണ്. പക്ഷേ വാർത്തകൾ കാണുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു റെഫ്യൂജീസ് ആണെന്നാണ് മനസ്സിലാവുന്നത്. അതൊരു ടോക്കണാണ്. ഞങ്ങൾ പൗരത്വം കൊടുത്തു തുടങ്ങി, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട,
ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. യെസ്, ദിവസം അത് തന്നെയാണ് ഈ ഇന്നലത്തെ ഈ സംഭവം ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയല്ലോ. അതെന്തിനാണ് അങ്ങനെ അതൊരു പ്രോജക്റ്റായിരുന്നു. കുറച്ച് ആളുകൾക്ക് ആരാണെന്നറിയാത്ത കുറച്ച് ആളുകൾക്ക് ഈ ടിക്കറ്റ്, ഈ കാർഡ് ഇത് കൊടുക്കുന്നു, അത് വാർത്തയാവുന്നു. അത് ഈ പറഞ്ഞാൽ പ്രധാനമായും ബംഗാളിൽ ഇനി നടക്കാനിരിക്കുന്ന ആ മണ്ഡലങ്ങളിലേക്കുള്ളൊരു സന്ദേശമായിരുന്നു. പക്ഷെ അത് പറഞ്ഞാൽ അത് നടക്കും തോന്നില്ല, വിജയിക്കും തോന്നില്ല. കാരണം എന്നാലോചിക്കും, CAA ചട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് CAA ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക വലിയ പ്രക്ഷോഭങ്ങളൊക്കെ വന്ന്, അല്ലെങ്കിൽ ഇത് അഗൈൻ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയി ഈ പറയുന്ന ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കി വോട്ടുണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അത് വർക്ക് ചെയ്തില്ല. ഇപ്പം ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴാണ് കുറച്ച് ആളുകളെ, അജ്ഞാതരായ കുറച്ച് ആളുകൾക്ക് ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ഇതിൽ ഇടപെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ ഈ 200-ൽ പരം ഹർജികൾ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവരിത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി സന്നദ്ധമായിട്ടില്ല. സുപ്രീം കോടതി ഇതുവരെ സ്റ്റേ ചെയ്യാത്ത സുപ്രീം കോടതി ഇത് മാത്രമായിട്ട് സ്റ്റേ ചെയ്യുമെന്ന് വിചാരിക്കുന്നതിൽ യുക്തിയില്ല. പിന്നെ ഈ CAA ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CAA എന്തുകൊണ്ടാണ് പ്രശ്നമാകുന്നത്? ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നിട്ടുള്ള മതപീഡനമോ എന്തോ കാരണത്താൽ ഇവിടെ വന്നിട്ടുള്ള ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നു എന്നുള്ളതല്ല CAAയുടെ പ്രശ്നം. അതിനകത്തൊരു ഭരണഘടനാ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന മതപരമായ വിവേചനം, ഏത് കാര്യത്തിലാണെങ്കിലും മതപരമായ വിവേചനം അനുവദിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു വളരെ പ്രകടമായ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇത് മുസ്ലിങ്ങൾ ഇതിനെതിരെ ഭയങ്കരമായിട്ട് രംഗത്ത് വന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് CAA നിയമം അല്ല, യഥാർത്ഥത്തിൽ ക്രോണോളജിയാണ്. അമിത്ഷാ പറഞ്ഞ ക്രോണോളജിയാണ്. അതാണ് CAA, അതിനുശേഷം NRC. ഇത് അപ്പോൾ നിങ്ങൾക്കിത് നാഷണൽ NRC നടപ്പിലാക്കിയിട്ട് NRCയും NPRഉം ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് രേഖകൾ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരാളെ എളുപ്പം ഡിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും രേഖകൾ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ രേഖകൾ കൊണ്ടുവരാൻ പറ്റാത്ത ഹിന്ദുക്കളെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായി അവർക്ക് CAA വഴി പൗരത്വം കൊടുക്കാൻ പറ്റും. മുസ്ലിങ്ങളെ പുറത്ത് കളയാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഈ പാക്കേജാണ് പ്രശ്നം. CAA, NRC, NPR ഈ പാക്കേജാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് CAA പ്രകാരം പൗരത്വം കൊടുത്തതുകൊണ്ട് അതിനെതിരെ മുസ്ലിങ്ങളെന്തോ രംഗത്തിറങ്ങി ഇവിടെ കലാപം ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി, അല്ലെങ്കിൽ സമരം ചെയ്ത് അത് കാണിച്ച് വോട്ട് തട്ടാം എന്ന് അമിത്ഷായും മോഡിയും ഒരുപക്ഷെ വിചാരിച്ചിരുന്നിട്ടുണ്ടാകാം. പക്ഷെ അത് സംഭവിച്ചില്ല. അവസാന ഘട്ടത്തിൽ അവസാനത്തൊരു ശ്രമം നടത്തി നോക്കുകയാണ്. അതും പരാജയപ്പെടുന്നതാണ്. അത് എന്ത് ഗുണമുണ്ടാക്കുമെന്ന് കാണണം. നമുക്കിന്ന് അവസാനിപ്പിക്കാം. നാളെ ഇരിക്കാം. നമസ്കാരം.